ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് സജാറിനോട് പറഞ്ഞിരുന്നു വൈകിട്ട് നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കാം, ഏലാഞ്ചി കഴിക്കാന്ന്. ഇപ്പൊ ആളത് ഓർത്ത് വെച്ചാൽ കറക്റ്റ് സമയത്ത് ഈ തടുപ്പത്ത് കിടന്നുറങ്ങുന്നു വന്നിട്ട് ഏലാഞ്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിന്ന് ഏലാഞ്ചിയാണ് വൈകിട്ട് ചായക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാം. ഞാന് മൈദയാണ് കേട്ടോ ഏലാഞ്ചിക്ക് എടുക്കുക. അപ്പൊ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു, മഞ്ഞൾപ്പൊടി ചേർത്തു കേട്ടോ, കുറച്ച് ഉപ്പ് ചേർത്തു പാകത്തിന്. പിന്നെ ഞാൻ പഞ്ചസാര ചേർക്കാറുണ്ട്, ഒരു 3 സ്പൂണ് പഞ്ചസാര ചേർത്തു. അതിനിടയ്ക്ക് ഇതാ അവിടെ സജിയേട്ടൻ മാങ്ങ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഞാൻ ഒരു കോഴിമുട്ടയേ ഉള്ളൂ, അപ്പം ഞാനത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് അപ്പക്കാരം ചേർക്കും കേട്ടോ. നിങ്ങളവിടേക്ക് എന്താ അതിന് പറയാമെന്നറിയില്ല, ഞാനിതിന് അപ്പക്കാരം എന്നാണ് പറയാം. അപ്പോൾ ഇത് നമ്മൾ ദോശയുടെ മാവ് കലക്കുന്ന പോലെ നമ്മൾ കലക്കി വെക്കുകയാണ് ചെയ്യുക എല്ലാം കൂടെ. ഇനി ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് നാളികേരം ചിരവണം. ഇതിലേക്ക് ഇനിയിപ്പം നാളികേരം, ശർക്കരയും ജീരകവും വേണം. അങ്ങനെ നാളികേരം ഇതാ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരയും ജീരകവും വേണം. ശർക്കര എടുക്കട്ടെ. ചിലവർ പഞ്ചസാര ചേർക്കുന്നവരുണ്ട് കേട്ടോ. അവിടെ സജീറിന് ശർക്കരയാണ് ഇഷ്ടം. പണ്ടൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അരി പൊടിച്ചും കണ്ട് നമ്മൾ കഴിക്കായിരുന്നു അല്ലേ. ശർക്കര നല്ല ഉറപ്പുള്ള ശർക്കര. അപ്പോൾ സജീട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ചു. നിങ്ങളിത് എങ്ങനെയാണ് പൊടിക്കാറെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ കത്തി കൊണ്ട് കുറേ ചുരണ്ടി എടുക്കാൻ നോക്കി. ആദ്യമൊക്കെ ശർക്കര വേഗം ചുരണ്ടിയേ കിട്ടുന്നത്. നല്ലൊരു ഉറപ്പുള്ളൊരു ശർക്കര. ഇനി ചക്കരയാണോന്നും അറിയില്ല. ഇനി ഇതാ നമുക്ക് ദോശ ചുടാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ വയ്ക്കാം. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമ്മൾ ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉഴുന്ന് ദോശ പരത്തൂലേ, അതുപോലെ തന്നെയാണ് ഏലാഞ്ചിക്കുള്ളത്. നമ്മൾ പരത്തി കൊടുക്കുക. അപ്പം നമ്മളെ ദോശ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നാളികേരവും ശർക്കരയും മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ എൻ്റെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏലാഞ്ചിയിൽ മഞ്ഞൾപ്പൊടി കുറച്ചാണ് കേട്ടോ ഇടുക. മഞ്ഞൾപ്പൊടി